Today we will be discussing RSA algorithm, cryptography and network security module 3 പഠിക്കേണ്ട അൽഗോരിതമാണ്. ബേസിസ് പബ്ലിക് കീ എൻക്രിപ്ഷൻ മെത്തേഡ്. പബ്ലിക് കീ എൻക്രിപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ സിമെട്രിക് എൻക്രിപ്ഷൻ മെത്തേഡ് നമ്മൾ സിംഗിൾ കീ അല്ല, എ പെയർ ഓഫ് കീസാണ് നമ്മൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പെയർ ഓഫ് കീസ് എന്ന് പറയുമ്പോൾ ആ പെയർ ഓഫ് കീ റിലേറ്റഡ് കീ ആണ്. ഒരു കറസ്പോണ്ടിങ് ആയിട്ടൊരു പബ്ലിക് കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രൈവറ്റ് കീ. അപ്പോൾ ഓരോ യൂസേഴ്സും ഒരു കീ പെയർ ജനറേറ്റ് ചെയ്യുന്നു. അതിൽ ഒരെണ്ണത്തിന് പ്രൈവറ്റായിട്ട് സ്വന്തം കയ്യിൽ കീപ്പ് ചെയ്യുന്നു. സെക്കൻഡ് കമ്പോണൻറ്റിനെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ കീപ്പ് ചെയ്യുന്നു. നമുക്ക് നോക്കാം അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന്. അപ്പോൾ RSA എന്നാണ് അൽഗോരിതത്തിൻ്റെ പേര്. അപ്പോൾ ഇത് നെയിം ചെയ്തേക്കുന്നത് നമ്മളെ 3 ഡെവലപ്പേഴ്സിൻ്റെ പേരിലാണ്, റിവസ്റ്റ്, ഷാമിർ, ആഡിൽമാൻ. അപ്പോൾ RSA സ്കീം ഒരു ബ്ലോക്ക് സിഫറാണ്. ബ്ലോക്ക് സിഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിന് എത്രയോ ബിറ്റ്സിൻ്റെ ബ്ലോക്കായിട്ട് ഓരോരോ ബ്ലോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ ബ്ലോക്ക് വിധത്തിലാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും കൂടെ നമ്മൾ ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഫ്രം 0 to n-1. ഇപ്പോൾ യൂഷ്വലി നമ്മൾ എന്നിനെ കൺസിഡർ ചെയ്യുന്ന വാല്യൂ 1024 ബിറ്റ്സ് ആണ്. അപ്പോൾ RSA എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് സിഫറാണ്. അവിടെ നമ്മൾ ഈ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ റേഞ്ച് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സൈസ് 1024 ബിറ്റ്സ് അല്ലെങ്കിൽ 309 ഡെസിമൽ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇൻറ്റിജേഴ്സിനെയാണ് നമുക്ക് നോർമലി ഇതിൽ യൂസ് ചെയ്യുക. ഇനി RSA എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസിൽ വരുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യേഷനാണ് അതിൽ വരുന്ന കാൽക്കുലേഷൻ. എൻക്രിപ്ഷൻ ആണെങ്കിലും ഡീക്രിപ്ഷൻ ആണെങ്കിലും രണ്ടിടത്തും യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എക്സ്പോണൻഷ്യേഷനാണ്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ബ്ലോക്സ് ആയിട്ട് ആണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ അൽഗോരിതത്തിൽ 3 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് കീ ജനറേഷൻ, പിന്നെ എൻക്രിപ്ഷൻ, പിന്നെ ഡീക്രിപ്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ കീ ജനറേഷൻ വേണമെങ്കിൽ അതിനകത്ത് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ട് P and Q. 2 പ്രൈം നമ്പേഴ്സ് Pനെയും Qനെയും നമ്മൾ ചൂസ് ചെയ്യുക, സച്ച് ദാറ്റ് P നോട്ട് ഈക്വൽ ടു Q. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 2 പ്രൈം നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ ചൂസ് ചെയ്യുന്ന Pയും Qയും നമ്മൾ പബ്ലിക് ആക്കുന്നില്ല, പ്രൈവറ്റ് ആക്കി തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് പ്രൈംസ്. എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് P ഇൻറ്റു Q. ഇനി n കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് φ(n) കാൽക്കുലേറ്റ് ചെയ്യുക. φ(n) നമുക്കറിയാം യൂളേഴ്സ് ഡിവിഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. എന്നിനേക്കാളും താഴെയുള്ള പോസിറ്റീവ് വാല്യൂസ്, അതായത് 1 മുതൽ n-1 വരെയുള്ള നമ്പേഴ്സിൽ എന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ φ(n) എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂളേഴ്സ് ഡിവിഷൻ ഫംഗ്ഷനിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് φ(n)ൻ്റെ വാല്യൂ n ഈക്വൽ ടു P ഇൻറ്റു Q ആണ്. സോ φ(n) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും φ(p) ഇൻറ്റു φ(q). Pയും Qയും പ്രൈം ആയതുകൊണ്ട് φ(n)ൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇക്വേഷൻ φp ഈക്വൽ ടു P-1 ഇഫ് P ഈസ് എ പ്രൈം. അപ്പോൾ Pയും Qയും പ്രൈം ആയതുകൊണ്ട് φp എന്ന് പറഞ്ഞാൽ P-1 വരും, φq എന്ന് പറഞ്ഞാൽ Q-1 വരും. So φn can be calculated as P-1 into Q-1. അപ്പോൾ ഫസ്റ്റ് 2 പ്രൈം ചൂസ് ചെയ്തു, പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു n നമ്മൾ പബ്ലിക്കാക്കി. നെക്സ്റ്റ് നമ്മൾ φn കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ സെലക്ട് ആൻ ഇൻറ്റിജർ E. അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഇൻറ്റിജർ നമ്മൾ ചൂസ് ചെയ്യാണ്. അപ്പോൾ അതും പബ്ലിക്കായിട്ട് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ ഈ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ GCD of φn, E ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇയുടെയും φfnൻ്റെയും GCD 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് E ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു φfn. ഈ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാനുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അവരുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ വിൽ ബി 1 എന്ന് പറഞ്ഞാൽ 1 അല്ലാതെ വേറെ ഒന്നിനും കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. അപ്പോൾ ഇയും φfnയും കൺസിഡർ ചെയ്യുക. അതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി φfn കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിനോട് GCD 1 ഉള്ള ഒരു E നമ്മൾ ചൂസ് ചെയ്യുക, സച്ച് ദാറ്റ് E ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് φfn. 1നും φfnനും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിട്ട് നമ്മൾ Eനെ ചൂസ് ചെയ്യുന്നു. ഇനി E എന്തായിരിക്കണം? Eയും φfനും നമ്മൾ കൺസിഡർ ചെയ്താൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കണം, അല്ലെങ്കിൽ φfnോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് D എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞത് ഫസ്റ്റ് PQ എന്ന് പറഞ്ഞിട്ട് പ്രൈം ചൂസ് ചെയ്തു, അതിനെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്തു. അതിൻ്റെ പ്രോഡക്റ്റ് n കാൽക്കുലേറ്റ് ചെയ്തു, φfn കാൽക്കുലേറ്റ് ചെയ്തു. ഈ φfnോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ഒരു നമ്പർ E നമ്മൾ ചൂസ് ചെയ്തു.
ഇനി ഈ ചൂസ് ചെയ്ത ഇയും എന്നും ഈ 5f(n) യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത 5f(n) യൂസ് ചെയ്ത് നമ്മൾ ഡി ജനറേറ്റ് ചെയ്യാണ്. സോ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡി. ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു e⁻⁻1 mod 5f(n). ഈ e⁻⁻1ൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു e⁻⁻1 mod 5f എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിയും ഇയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി കോൺഗ്രുവൻ്റ് ടു 1 mod 5f(n). അപ്പോൾ ഡി ഇൻറ്റു ഇ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 5f(n) ആയതുകൊണ്ടാണ് ഡി ഈക്വൽ ടു e⁻⁻1 mod 5f(n) ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് എലമെൻറ്റ്സിൻ്റെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 5f(n) ആണെങ്കിൽ ആ നമ്പേഴ്സിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് പറയാൻ പറ്റും. അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മൾ കീ ജനറേഷൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് 2-3 കമ്പോണൻസാണ് നമ്മൾ കീസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പബ്ലിക് കീ മെത്തേഡ് ആയതുകൊണ്ട് 2 കീസ് നമ്മൾ യൂസ് ചെയ്യാം. ഒന്ന് പബ്ലിക് കീ, വേറൊന്ന് പ്രൈവറ്റ് കീ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ഇയും ഈ കാൽക്കുലേറ്റ് ചെയ്ത എന്നും അതിന് രണ്ടിനും കൂടെ നമ്മൾ പബ്ലിക് കീ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ പി യു പബ്ലിക് കീ ഇസ് ഡിഫൈൻഡ് ആസ് e, n. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിയും നമ്മളുടെ എന്നും കൂടിയാണ് നമ്മുടെ പ്രൈവറ്റ് കീ. സോ ദാറ്റ് ഈസ് പ്രൈവറ്റ് കീ പി ആർ ഈക്വൽ ടു d, n. സോ ദിസ് ഈസ് ദ കീ ജനറേഷൻ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്ത് ഈ 5 സ്റ്റെപ്സാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പി ക്യു കാൽക്കുലേറ്റ് ചെയ്യുക, പി ക്യു ചൂസ് ചെയ്യുക, അതിൽ നിന്ന് n കാൽക്കുലേറ്റ് ചെയ്യുക, 5f(n) കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഇ ചൂസ് ചെയ്യുക സച്ച് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 5f(n). പിന്നെ ഡി കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ദി ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇ mod 5f(n). ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് RSA അൽഗോരിതം. അപ്പോൾ കീ ജനറേറ്റഡ് ആയി, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ജനറേറ്റഡ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ ചെയ്യുക, ഡീക്രിപ്ഷൻ ചെയ്യുക. അപ്പോൾ എൻക്രിപ്ഷന് വേണ്ടി നമ്മൾ പബ്ലിക് കീ യൂസ് ചെയ്യും, ഡീക്രിപ്ഷന് വേണ്ടി നമ്മൾ പ്രൈവറ്റ് കീ യൂസ് ചെയ്യും. സോ ബോബ് വാണ്ട്സ് ടു സെൻഡ് എ മെസ്സേജ് ടു ആലീസ്. അപ്പോൾ ബോബ് ആരുടെ കീ ആണ് യൂസ് ചെയ്യേണ്ടത്? ആലീസിൻ്റെ പബ്ലിക് കീ അല്ലെങ്കിൽ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ എം എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ്, അതിൻ്റെ എം വാല്യൂ ഈസ് ലെസ് ദാൻ n. ഇനി നമ്മൾ സിഫർ ടെക്സ്റ്റ് എന്താണ്? സി ഈക്വൽ ടു m⁻e mod n. എം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ്, നമ്മൾ പബ്ലിക് കീ എന്ന് പറഞ്ഞത് en ആണ് നമ്മൾ പബ്ലിക് കീ. സോ നമ്മളുടെ മെസ്സേജിനെ മെസ്സേജ് റൈസ് ടു e mod n ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ സിഫർ ടെക്സ്റ്റ്. അപ്പോൾ നമ്മളോട് ചെയ്യുന്ന കാൽക്കുലേഷൻ എക്സ്പോണൻഷിയേഷൻ ഓപ്പറേഷനാണ്. എം എന്ന് പറയുന്നത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ്, ഇയും ഇന്നും നമ്മളുടെ പബ്ലിക് കീ കമ്പോണൻറ്റ്. ഇനി ഡീക്രിപ്ഷൻ ആവാൻ ഡിഫറൻസ് എന്താണ്? നമ്മൾ സിഫർ ടെക്സ്റ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സി ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് കീ ആണ് യൂസ് ചെയ്യേണ്ടത്? പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത്, ഡിയും എന്നും. സോ സി റേസ് ടു ഡി mod n ആണ് ഡിയും എന്നും നമ്മുടെ പ്രൈവറ്റ് കീ കമ്പോണൻറ്റ്. സോ സി റേസ് ടു ഡി mod n ചെയ്യുമ്പോൾ വി വിൽ റിസീവ് ദ വാല്യൂ ഓഫ് എം എസ് പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അൽഗോരിതത്തിലെ പ്രോസസ്സിങ്. ഫസ്റ്റ് കീ ജനറേഷൻ, ദെൻ എൻക്രിപ്ഷൻ ആൻഡ് ദെൻ ഡീക്രിപ്ഷൻ. അപ്പോൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷനിൽ നമ്മൾ ഒരു എക്സ്പോണൻഷിയേഷൻ ഓപ്പറേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ക്രിസ്പായിട്ടുള്ള ഫോമാണ് കാണിച്ചേക്കുന്നത്. പി ക്യു ആർ 2 പ്രൈം നമ്പേഴ്സ് പ്രൈവറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. എൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് പി ക്യു, പബ്ലിക്കാണ് നമ്മൾ അതിന് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇ ഈസ് ചൂസൺ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് പബ്ലിക്. നമ്മൾ പബ്ലിക് കീയിലെ ഒരു കമ്പോണൻ്റാണ് ഇയും എന്നുമാണ് നമ്മളെ പബ്ലിക് കീ. സോ വിത്ത് GCD ഓഫ് 5f(n, ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയും 5f(n) എടുത്താൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അപ്പോൾ ഈ നമ്മൾ ചൂസ് ചെയ്തു, പബ്ലിക് ആക്കി. ദെൻ വി കാൽക്കുലേറ്റഡ് ഡി യൂസിങ് ദി ഇക്വേഷൻ ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു e⁻⁻1 mod 5f(n). അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് കീയിലെ കമ്പോണൻ്റാണ്, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഈ കാൽക്കുലേഷൻ ബേസിസ് ആയിട്ടുള്ള റിലേഷനാണ് താഴെ കാണിച്ചേക്കുന്നത്. എ ഇൻറ്റു ഡി ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 5f(n). അപ്പോൾ ഇയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് കോൺഗ്രുവൻ്റ് ടു 1 mod 5f(n) എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 1 ഇവിടെ വരുന്നതുകൊണ്ട്, അല്ല 1 mod n ഫോം വരുന്നതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? ഇയും ഡിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ ആണെന്ന് പറയാം. ഇവിടെ നമ്മുടെ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഡി എൻ, അതുപോലെ പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ഇ എൻ. ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, എം റേസ് ടു ഇ mod n, സി റേസ് ടു ഡി mod n. ഫസ്റ്റ് വൺ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഫോർ ഡീക്രിപ്ഷൻ. വിൽ സി എൻ എക്സാമ്പിൾ. ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, പി ക്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിയും ക്യൂവും 2 പ്രൈം നമ്പേഴ്സ് സാറ്റ് പി നോട്ട് ഈക്വൽ ടു ക്യൂ. അപ്പോൾ പി ഈക്വൽ ടു 17 ചൂസ് ചെയ്തു, ക്യൂ ഈക്വൽ ടു 11 ചൂസ് ചെയ്തു. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എൻ, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. പി ക്യൂവിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. സോ പി ഇൻറ്റു ക്യൂ 17 ഇൻറ്റു 11 ഈക്വൽ ടു
187. അപ്പോൾ PQi/Ni. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് φfn കാൽക്കുലേറ്റ് ചെയ്യുക. φfn കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? φfp × φfq. പിയും ക്യൂവും പ്രൈം ആകുമ്പം φfpയും φfq ഒക്കെ ഡയറക്റ്റ്ലി വാല്യൂ കുറയ്ക്കുക. φfp = p-1 ചെയ്താൽ മതി, ബിക്കോസ് p ഈസ് പ്രൈം. അപ്പോൾ യൂളേഴ്സ് ഡിവിഷൻ ഫംഗ്ഷനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി φf17 × φf11 ആണ് ചെയ്യേണ്ടത്. φf17 എന്ന് പറയുമ്പോൾ 17 പ്രൈം ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 17 - 1 ആയിരിക്കും, ദാറ്റ് ഈസ് 16. അതുപോലെ φf11 11 പ്രൈം ആയതുകൊണ്ട് 11 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ φfnൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 16 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. അപ്പോൾ PQi/Ni, φfni. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് എ വാല്യൂ E such that it is relatively prime to φfn. നമുക്ക് 160 നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 160യോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ നമ്മൾ ചൂസ് ചെയ്യണം. 160യേക്കാളും ചെറുതുമായിരിക്കണം. സോ 1നും 160ക്കും ഇടയ്ക്ക് കിടക്കുന്ന 160യോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ചൂസൺ ആസ് 7. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് D. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്ത റിലേഷൻ. D × E is congruent to 1 mod 160. അപ്പോൾ ഇതിൽ നമുക്ക് E അറിയാം 7 ആണ്, 160 നമുക്കറിയാം. ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം? D കണ്ടുപിടിക്കണം. സോ D കണ്ടുപിടിക്കണമെങ്കിൽ ദ പ്രോസസ് ഈസ് ടു ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് E mod 160. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം GCD കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ മോഡിഫിക്കേഷൻ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് E = 7, φfn = 160. ഇതാണ് നമ്മുടെ റിലേഷൻ. E × D is congruent to 1 mod 160. അപ്പോൾ Eക്ക് നമ്മൾ 7 കൊടുക്കുക, ദാറ്റ് 7D is congruent to 1 mod 160. ഇതിൽ നിന്ന് D കണ്ടുപിടിക്കണം. അപ്പോൾ D കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് Eയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കണം D എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് R1 R2 എന്ന് പറഞ്ഞ 2 വാല്യൂസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് R വേരിയബിൾസും T വേരിയബിൾസുമാണ് നമ്മളുടെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതത്തിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ നമ്മൾ ശരിക്കും 3 സെറ്റ് ഓഫ് വേരിയബിൾസാണ് ഉപയോഗിക്കുക. R ഉണ്ട്, S ഉണ്ട്, T ഉണ്ട്. സോ R വേരിയബിൾസ് ആണെങ്കിൽ GCD കാൽക്കുലേഷന് വേണ്ടി, ഈ T വേരിയബിൾസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ R1 R2 നമുക്ക് GCD കണ്ടുപിടിക്കേണ്ട 2 വാല്യൂസ്. ഒന്ന് R1 ഈസ് 7 ആൻഡ് R2 = 160. അപ്പോൾ R1 R2 പറയുമ്പോൾ 7ഉം 160 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമുക്ക് R1 / R2 ക്വസ്റ്റ്യൻ്റൊക്കെ ചെയ്തിട്ടാണ് പ്രോസസ്സിങ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ 7 / 160 നമുക്ക് എന്തായിരിക്കും? പോസിബിൾ ആയിരിക്കില്ല. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻസ് അതൊന്നും കിട്ടാൻ ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഇൻവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യാം. ബിക്കോസ് GCD of 7, 160 is equivalent to GCD of 160, 7. അപ്പോൾ 7 160യുടെ GCD കണ്ടുപിടിച്ചാലും 167 GCD കണ്ടുപിടിച്ചാലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് R1 R2 നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് R1 = 160, R2 = 7 ആക്കാം. സോ R1 is 160 ആക്കി, R2 = 7 ആക്കി. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതുപോലെ T1 സെറ്റ് ഓഫ് T വാല്യൂസ് ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂസ് രണ്ടും അറിയാം. T1 നമ്മൾ 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്യുന്നു, T2 1 ആക്കി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ആദ്യമുള്ളൂ. R1 R2 ഈ 160 7 നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ T1 T2 0ഉം 1ഉം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോഷ്യൻ. അപ്പോൾ കോഷ്യൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R1 / R2 ചെയ്യാം. സോ 160 / 7 നമുക്ക് കോഷ്യൻ്റ് കിട്ടുന്നത് 22 ആയിരിക്കും, റിമൈൻഡർ കിട്ടുന്നത് 6 ആയിരിക്കും. നോർമൽ ഡിവിഷനാണ്. 160 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 22 എന്ന് പറഞ്ഞ കോഷ്യൻ്റ് കിട്ടും, റിമൈൻഡർ 6 കിട്ടും. നമ്മൾ കറസ്പോണ്ടിങ് T1 0 ഉണ്ട്, T2 1 ഉണ്ട്. ഈ Tയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ Tയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച അതേ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. R1 - Q R2. അതുപോലെ ഇവിടെ T1 - Q × T2. അതാണ് നമ്മൾ T ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്തത് R1 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് Q × R2 കുറച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ T1 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് Q × T2 സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് T = T1 - Q T2. അപ്പോൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ T1 ഇപ്പോൾ എന്തുണ്ട്? 0 ഉണ്ട്. 0 - Q എന്ന് പറഞ്ഞാൽ 22, T2 എന്ന് പറഞ്ഞാൽ 1. സോ 0 - 22 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -22. അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസിനെ നമ്മൾ
കോപ്പി ചെയ്യണം. അല്ലെ R2ലുള്ള വാല്യൂ നമ്മൾ R1ലേക്ക് കോപ്പി ചെയ്യുന്നു, Rലുള്ള വാല്യൂ R2ലേക്ക് കോപ്പി ചെയ്യുന്നു. അതേപോലെ തന്നെ T2ലുള്ള വാല്യൂ T1ലേക്ക് കോപ്പി ചെയ്യുന്നു, Tയിലുള്ള വാല്യൂ T2ലേക്കും കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ 7ഉം 6ഉം ഉണ്ട്, അതുപോലെ ഈ 1ഉം -22 ഉണ്ട്. ബാക്കിയുള്ള കോളംസ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം 7/6 ക്വോഷ്യൻ്റ് ഈക്വൽ ടു 1. റിമൈൻഡർ എന്തായിരിക്കും? 7 - 6 റിമൈൻഡർ ഇസ് 1. ഇനി ഇപ്പോൾ T1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കോപ്പിയിടായി, T2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കോപ്പിയിടായി. നെക്സ്റ്റ് നമ്മൾ Tയെ അപ്ഡേറ്റ് ചെയ്യണം. Tയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് T1 - QT2. T1ൻ്റെ വാല്യൂ 1, 1 - Qയുടെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1 - 1 × -22 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 + 22 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 23. നെക്സ്റ്റ് അഗെയിൻ നമ്മൾ വാല്യൂസിനെ കോപ്പി ചെയ്യുക. ഈ R2ലുള്ളതിനെ R1ലേക്ക് കോപ്പി ചെയ്തു, Rലുള്ളതിനെ R2ലേക്ക് കോപ്പി ചെയ്തു. ഇനി അതുപോലെ T2ലുള്ളതിനെ T1ലേക്ക് കോപ്പി ചെയ്തു, Tയിലുള്ളതിനെ T2ലേക്കും കോപ്പി ചെയ്തു. അഗെയിൻ ഇതേ പ്രോസസ്സ് ചെയ്യുക. R1/R2 ക്വോഷ്യൻ്റ് ഈസ് 6 ആൻഡ് റിമൈൻഡർ ഈസ് 0. T1ൽ -22 നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, T2ലെ 23 ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? T1 - QT2. ഇപ്പോൾ T1 ഈസ് -22 - 6 × 23. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 160 ആയിരിക്കും. അഗെയിൻ വാല്യൂസ് നമ്മൾ കോപ്പി ചെയ്യുക. ഈ 1നെ നമ്മൾ R1ലേക്ക്, അതായത് R2 ഈസ് കോപ്പി ടു R1 ആൻഡ് R ഈസ് കോപ്പി ടു R2. സോ 1 0 എന്നുള്ള സിറ്റുവേഷനിലെത്തി, അതായത് R2 0 ആയിരിക്കുന്ന സിറ്റുവേഷനിലെത്തി. അപ്പോൾ നമ്മൾ GCDയുടെ കാൽക്കുലേഷൻ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന R1ലെ വാല്യൂ ആയിരിക്കും നമ്മുടെ GCD. സോ GCD ഓഫ് 7,160 ഈസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ഇതായിരിക്കും R1ൽ ഈ റിസൾട്ട് സ്റ്റെപ്പ് പ്രോസസ്സിങ് കഴിഞ്ഞ് R2 0 ആകുന്ന സമയത്ത് R1ൽ എന്ത് വാല്യൂ ഉണ്ടോ അതായിരിക്കും നമ്മളുടെ GCD. അപ്പോൾ GCD 1 ആയതുകൊണ്ട് അതിൻ്റെ മീനിങ് എന്താണ്? ഈ 7ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ഇൻ മോഡ് 160. അതിൻ്റെ വാല്യൂ നമ്മുടെ ടേബിളിൽ നോക്കുക. T1ൽ എന്ത് വാല്യൂ ഉണ്ടോ അതായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 7/160 ഈസ് ഈക്വൽ ടു 23. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടിയ 23 ആണ് എഴുതിയേക്കുന്നത്. സോ ദ കറക്റ്റ് വാല്യൂ ഓഫ് D ഈസ് ഈക്വൽ ടു 23. 23 × 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 161 ആണ് കിട്ടുക. 161 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 160. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 161ൽ നമ്മൾ 1 കുറച്ചാൽ അത് 160യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 1 × 160 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 160 കിട്ടും. സോ 160 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 160. സോ ദസ് ദ വാല്യൂ ഓഫ് D നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്? D ഈക്വൽ ടു 23 കിട്ടി നമുക്ക് യൂസിങ് ദ എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. നെക്സ്റ്റ് കാണുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മളെന്താ ഇവിടെ വരെ എത്തി? ഇപ്പം D വരെ കിട്ടി, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് 2 കീസും ആയിട്ടുണ്ട്. ഒന്ന് EN ആണ് നമ്മളുടെ പബ്ലിക് കമ്പോണൻറ്റ്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ 7ഉം N ഈസ് 187. സോ പബ്ലിക് എന്ന് പറഞ്ഞാൽ 7 187, പ്രൈവറ്റ് 23 187. അപ്പോൾ പബ്ലിക് കീ 7 187ഉം പ്രൈവറ്റ് കീ 23 187. നെക്സ്റ്റ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ് യൂസിങ് ദ പ്ലെയിൻ ടെക്സ്റ്റ്. M ഈക്വൽ ടു 88 ആണ് നമ്മളുടെ കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ ഇക്വേഷൻ എന്താണ്? M⁻E mod n. M എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഈ E എന്താണ്? 7 നമ്മൾ ചൂസ് ചെയ്തത്. സോ M⁻7 mod 187. അപ്പോൾ 88⁻7 mod 187. അതിൻ്റെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അതിനെ പല സ്മോൾ ഫാക്ടേഴ്സിലേക്ക് മാറ്റി. അപ്പോൾ 88⁴, 88⁴2 ആൻഡ് 88⁴1. അപ്പോൾ 4 + 2 6 ആയി, 6 + 1 7 ആയി. അപ്പോൾ മോഡുലാർ അരിത്മെറ്റിക്കിൻ്റെ റൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ഈ 88⁻7 എന്ന് പറഞ്ഞ പവറിനെ അതിൻ്റെ സ്മോളർ പവേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഓരോന്നിനും മോഡ് 187 വരും. അത് മാത്രമല്ല ഫൈനൽ റിസൾട്ടിൽ ഒന്നുകൂടി നമ്മൾ മോഡ് 187 അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മോഡുലാർ അരിത്മെറ്റിക്കിൻ്റെ റൂൾസ്. അപ്പോൾ A mod B ഇൻറ്റു നമുക്കിവിടെ A mod B തന്നെയാണ് ഇതിലെല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഒന്ന് 88⁴ ആയി, ഒന്ന് 88⁴2 ആയി, ഒന്ന് 88⁴1 ആയി. ഇത്രയുള്ള ഡിഫറൻസ്. സോ Aയും Bയും Cയും വരുവാണെങ്കിലും അപ്പോൾ A × B × C കഴിഞ്ഞാൽ നെക്സ്റ്റ് അവസാനം ഒന്നും കൂടി എന്തെടുക്കണം? മോഡ് 187 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് മോഡുലാർ അരിത്മെറ്റിക്. അപ്പോൾ ഇനി അതിൽ ആദ്യം ഓരോ സ്മോളർ പവേഴ്സ് കണ്ടുപിടിക്കുക. സോ 88⁻1 mod 187 ആണ് ആദ്യം കണ്ടുപിടിച്ചേക്കുന്നത്. അതിൻ്റെ വാല്യൂ 88 തന്നെയാണ് എന്ന് പറഞ്ഞാൽ 88ന്
187 നമ്മൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. ഇനി സെക്കൻഡ് 88 സ്ക്വയർ മോഡ് 187. അപ്പോൾ 88 സ്ക്വയർ വാല്യൂ എടുക്കുക, മോഡ് 187 എടുക്കുക. 187 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ ഈക്വൽ ടു 77. ഇപ്പോൾ 88 മോഡ് 187 എന്ന് പറഞ്ഞാൽ ആരും ഡിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 88 ഡിവൈഡ് ബൈ 187 ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത് ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് റിമൈൻഡർ 88 തന്നെയായിരിക്കും. ഇവിടെ 88 സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു, 187 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് റിമൈൻഡർ കിട്ടിയതാണ് 77. അതുപോലെ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, 88⁴ മോഡ് 187. അപ്പോൾ ആ സ്ക്വയർ വാല്യൂ കിട്ടി. അഗെയിൻ മോഡ് 187 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക, ദാറ്റ് ഈസ് 132. ഇതിനെ മൂന്നിനോട് കമ്പൈൻ ചെയ്ത് നമ്മുടെ റിസൾട്ടായി. ദാറ്റ് ഈസ് 88 × 77 × 132 എടുക്കുക. അതാണ് ഈ മൂന്നെണ്ണം. ലാസ്റ്റ് അഗെയിൻ എന്തെടുക്കണം, ഒന്നുകൂടി മോഡ് 187 എടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 11. അപ്പോൾ 11 എന്ന് പറയുന്നത് നമ്മളെ സിഫർ ടെക്സ്റ്റ്. നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ ചെയ്തത്. എൻക്രിപ്ഷൻ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് 88 ആണ്, 88⁻7 മോഡ് 187. നമുക്ക് സിഫർ ടെക്സ്റ്റ് 11 കിട്ടി. ഈ 11 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. റിസീവർ സൈഡിൽ കിട്ടി, അവിടെ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്യണം. ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് എഴുതിയേക്കുന്നത്. m = 11 എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സിഫർ ടെക്സ്റ്റ് ആണ്. C⁻D ഡിയുടെ വാല്യൂ ആണ് നമ്മളുടെ 23. നമ്മൾ പ്രൈവറ്റ് കീ കമ്പോണൻ്റ് എന്തായിരുന്നു, 23 187 ആയിരുന്നു. സോ 11⁻23 മോഡ് 187. അപ്പോൾ 11⁻23 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഉപയോഗിക്കുക. 23 നമ്മൾ സ്മോൾ പവേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. സോ 11⁻1 11⁻2 11⁻4 11⁻8 ഒരു 8 കൂടി. അപ്പോൾ 1 + 2 ആകുമ്പോൾ 3 ആയി, 3 + 4 7 ആയി, 7 + 8 ആണെങ്കിൽ 15 ആയി. 15 + 8 is 23. അപ്പോൾ 11⁻1 മോഡ് 187 11 തന്നെ. 11 സ്ക്വയർ മോഡ് 187 ആണെങ്കിലും അത് 11ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 121. 121 മോഡ് 187 121 തന്നെ. ഇനി 11⁻4 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 121 സ്ക്വയർ ആണ് ഈ എഴുതിയേക്കുന്നത്, മോഡ് 187. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ഇതിനെ 187 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ ആണ് 55 എന്ന് പറയുന്നത്. 11⁻4 കിട്ടിയാൽ അതിന് അഗെയിൻ ഹോൾ സ്ക്വയർ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, 11⁻8 കിട്ടും. സോ ആ വാല്യൂയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതിന് മോഡ് 187 എന്ന് പറയുന്നത് 187 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക. ഇനി 11⁻23 മോഡ് 187 നിന്ന് എല്ലാത്തിനോട് കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് 11 × 121 × 55 × 33 × 11⁻8 രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് ഒരു 33 കൂടെ വരുന്നു. ഇനി എൻ്റെ പ്രോഡക്റ്റ് മോഡ് 187 എടുത്താൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 88. 88 എന്ന് നമ്മൾ എന്തായിരുന്നു, നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയ ഡിക്രിപ്ഷൻ കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ. സോ ദിസ് ഈസ് RSA പ്രോസസ്സിംഗ് ഓഫ് മൾട്ടിപ്പിൾ ബ്ലോക്സ്. അപ്പോൾ പല ബ്ലോക്സ് ഓഫ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ടിനെ കുറേ ബ്ലോക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോസസ്സിംഗ് ആണ് കാണിച്ചേക്കുന്നത്. ഈ പറഞ്ഞ മെത്തേഡ്സ് തന്നെ ഒരു ഫിഗർ ആക്കി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് റാൻഡം നമ്പർ ജനറേഷൻ യൂസ് ചെയ്യുന്നു. നമുക്കതിൽ നിന്ന് ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്, പിയും ക്യൂവും വേണം, അതുപോലെ തന്നെ ഇയും നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂസാണ്. അപ്പോൾ ഇത് മൂന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാൻഡം നമ്പർ ജനറേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് നെക്സ്റ്റ് കണ്ടുപിടിച്ചു, n = PQ കണ്ടുപിടിച്ചു, പിയുടെയും ക്യൂയുടെയും പ്രോഡക്റ്റ്. ദെൻ 5FN കാൽക്കുലേറ്റ് ചെയ്തു, P-1 × Q-1. ഇനി ഈ നമ്മൾ ചൂസ് ചെയ്തില്ല ഓൾറെഡി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അത് ഉപയോഗിച്ച് D കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ദി ഇക്വേഷൻ E−1 മോഡ് 5FN. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 കമ്പോണൻറ്റ് കിട്ടി. പബ്ലിക് കീ ആണ് നമ്മളുടെ EN, അതായത് ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ചൂസ് ചെയ്ത ഇയും കാൽക്കുലേറ്റ് ചെയ്ത n. ഇനി പ്രൈവറ്റ് കീ ആണ് നമ്മളുടെ DN. D നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, n നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് പബ്ലിക് കീയും കിട്ടി, പ്രൈവറ്റ് കീയും കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ സെൻറ്റർ. അപ്പോൾ 1ഉം 2ഉം കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് തേർഡ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ സെൻറ്റർ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു. ഇറ്റ്സ് എ ഡെസിമൽ സ്ട്രിങ്. അതിനാദ്യം പല ബ്ലോക്സ് ആക്കിയിട്ടുണ്ട്. പിയിലുള്ള ബ്ലോക്ക് സിഫർ ആണെന്ന് പറഞ്ഞു. സോ അതിലുള്ള n ബ്ലോക്സ് ആണ് P1 P2 എക്സെട്ര അപ് ടു ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് 4th സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് അത് നമ്മൾ പല ബ്ലോക്സ് ആക്കി ഇനി ഓരോ ബ്ലോക്ക് എടുക്കുക, പ്രോസസ്സ് ചെയ്യുക. അതാണ് നമ്മൾ ഈ 5th സ്റ്റെപ്പിൽ കാണുന്നത്. എൻക്രിപ്ഷൻ 5th-ലും 7th ഡിക്രിപ്ഷനും. സോ 5ൽ എൻക്രിപ്ഷൻ ചെയ്ത് നമ്മൾ സിഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പല ബ്ലോക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ജനറേറ്റഡ് ആവും. സോ C1 = P1⁻E മോഡൽ. അപ്പോൾ P1ൻ്റെ ഫസ്റ്റ് ബ്ലോക്കാണ്, പിയുടെ ഫസ്റ്റ് ബ്ലോക്കാണ് P1. അപ്പോൾ ഇയും എന്നും എന്താണ് നമ്മളുടെ പബ്ലിക് കീ ആണ്. അപ്പോൾ ഈ പബ്ലിക് കീ കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു, അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് P2 എടുത്തു, അതിനെ P2⁻E മോഡൽ എടുത്തു. നെക്സ്റ്റ് P3⁻E മോഡൽ എടുത്തു. അങ്ങനെ C1 C2 C3 എക്സെട്ര അപ് ടു എത്ര ബ്ലോക്സ് ഉണ്ടോ അത്രയും ജനറേറ്റ് ചെയ്തു. പിന്നെ നമ്മളതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു, നമ്മൾ റിസീവർ സൈഡിൽ കിട്ടി. ഞാൻ തിരിച്ച് റിക്കവർ ചെയ്യാണ്, അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ ചെയ്യാണ്. അപ്പോൾ ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ ഏതിലാണ് ചെയ്യുന്നത്, ഈ റിസീവ് ചെയ്ത C1 C2ലാണ് ചെയ്യുന്നത്.
ഇനി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്രൈവറ്റ് കീ ആണ്. ദാറ്റ് ഈസ് ഡി എന്ന് പറഞ്ഞ പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് C1 റേസ് ടു ഡി മോഡൻ, C2 റേസ് ടു ഡി മോഡൻ. അപ്പോൾ അങ്ങനെ ഓരോ സിഫർ ടെക്സ്റ്റ് കിട്ടിയതിനും റേസ് ടു ഡി മോഡൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്സിന് റിക്കവർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഓൾ ഓഫ് RSA പ്രോസസ്സിംഗ് ഓഫ് മൾട്ടിപ്പിൾ ബ്ലോക്സ്.